ഞാനും എന്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. ശ്രീ KB ഗണേഷ് കുമാറിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ നന്നായിരിക്കും. ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അമ്മ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനം, അതായത് പലരും അമ്മ എന്ന് പറയാറില്ല, AMMA എന്ന് പറയാറ്, ആ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ശ്വേതാ മേനൻ രാജിവെച്ചു എന്നുള്ളൊരു വാർത്ത ഞാനിങ്ങനെ കണ്ടു. അപ്പം ഞാനത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ കയറിയപ്പോൾ കുറേ തമാശകൾ. അപ്പോൾ എനിക്ക് ഒന്ന് ചിരിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരടുത്തും ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റ്സ് ചെയ്യാൻ വായിക്കാട്ടോ, ചിരി വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചോ. ആദ്യത്തെ കമൻറ്റ് കണ്ടത് ഒരു ലേഡി തന്നെ എഴുതിയേക്കുന്നതാണ്, സിനിമയായിട്ടൊന്നും ബന്ധപ്പെട്ടവരല്ല. യു ഡിസേർവ് ഇറ്റ് ഒരാൾ എഴുതിയേക്കുന്നതാണ്. നാറ്റോ രാജ്യങ്ങൾ ഈ നടപടിയെ അപലപിച്ചു. ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങൾ നടുക്കം രേഖപ്പെടുത്തി. കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ. സംഘടന രക്ഷപ്പെടുന്ന വേറൊരു കക്ഷി. വേറൊരു കമൻറ്റ്, യഥാർത്ഥ അമ്മയായ ഗോമാതാവിനെ തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. അത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ലെങ്തിയാണ്, പക്ഷെ ഇത്തിരി ട്രോളായിട്ടുള്ളൊരു സംഗതിയാണ്. ശ്രീ KB ഗണേഷ് കുമാറിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ നന്നായിരിക്കും. ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. ഇപ്പോൾ മറ്റു ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ചുമതലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ഏതൊരു പോസ്റ്റിനും താഴെ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ സാധാരണ, അതിന് അങ്ങനെ ഒരു സാധനമുണ്ട്, എടുത്തോണ്ട് പോടെ. എന്തൊക്കെയാണല്ലേ. വേറൊരു, നാടിനും നാട്ടാർക്കും യാതൊരു ഗുണവും ഇല്ലാത്ത ഇത്തരം വാർത്തകൾ ദയവ് ചെയ്ത് ഒഴിവാക്കൂ. നാടുമായി ബന്ധപ്പെട്ട ജനങ്ങൾ അറിയേണ്ട എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക അപേക്ഷയാണ്. അയ്യോ, അതിപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്കും, ഞാൻ ആദ്യം കുറച്ചിങ്ങനെ വായിച്ചു എന്നല്ലാതെ എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചപ്പോൾ എനിക്കും തോന്നി നമ്മൾ വേണ്ടാത്ത പണിയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് പേര് എല്ലാവരും അയാളെ കളിയാക്കിയിട്ടുണ്ട്. സിനിമ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ നടക്കുന്നു, അങ്ങനെ ചെയ്യുന്നതിന്. ഇടവേള ബാബുവിനെ പ്രായം കൂടുതലുണ്ട്, അങ്ങനെ വിളിക്കാൻ പാടില്ല, ചേട്ടനെ വിളിക്കണം നമ്മൾ. പക്ഷെ നമ്മൾ ഈ സിനിമാടന്മാരൊക്കെ മിക്കവാറും, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, ഇവനൊക്കെയാണ് കഥ പറയുമ്പോൾ, മറ്റുള്ളവരുടെ അടുത്ത് കഥ പറയുമ്പോൾ പോലും പറഞ്ഞിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ചുകൂടി ജനങ്ങളോട് അടുത്തു ഈ സിനിമ വ്യവസായം, താരങ്ങളുമെല്ലാം. അപ്പോൾ പിന്നെ നമ്മൾ ചേട്ട, മമ്മൂക്ക, ലാലേട്ടനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇടവേള ബാബു എന്ന് പറയുന്ന അങ്ങേര് ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യവും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു വിലയൊന്നും ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മനസ്സിലായി, ഇത് ഈസിയല്ല. ഒരു സ്ഥാനത്ത് കയറി ഇരിക്കാൻ ഈസിയാണ്, വലിയ ഗമയൊക്കെ കാണിച്ചിരിക്കാം. പക്ഷേ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതും എല്ലാവരുടെ ഒരുപോലെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്.